കുറുപ്പത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വിശേഷങ്ങളാണ് പറയുന്നത്. ഇതാണ് അവിടുത്തെ ദേവതകൾ. എൻ്റെ അമ്മേൻ്റെ കുടുംബക്ഷേത്രമാണ് ഇത്. അപ്പോൾ 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇപ്പോൾ താലപ്പൊലി ആരംഭിക്കുന്നത്. രാവിലെ തന്നെ 4 മണിയാവുന്ന സമയത്ത് ഗണപതി ഹോമത്തോടു കൂടിയാണ് പരിപാടികളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഗണപതി ഹോമത്തിൻ്റെ ചടങ്ങുകൾ. അവിടെയുള്ളവർ എൻ്റെ മാമന്മാരും അമ്മായിമാരും അവരുടെ മക്കളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അമ്മേൻ്റെ കുറുപ്പത്ത് തറവാട് വലിയൊരു തറവാടാണ്. അവിടെ അമ്മയ്ക്ക് കുറേ വല്യച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. വല്യച്ഛന്മാരൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അവരുടെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ അതിഗംഭീരമാക്കി താലപ്പൊലിയായിരുന്നു ഇപ്രാവശ്യം നടന്നത്. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും എല്ലാം കൊടുത്തു. പുലർച്ചത്തെ ഗണപതി ഹോമത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. പുഷ്പലത, ആനന്ദവല്ലി എന്നിവരാണ് പ്രഭാഷണം അവതരിപ്പിച്ചത്. കുടുംബക്ഷേത്രങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു വിഷയം. പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു ഊണൊക്കെ ഉണ്ടായിരുന്നു, പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് താലപ്പൊലി എടുക്കലാണ്. അമ്മയും മേമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. താലപ്പൊലിയുടെ യൂണിഫോമാണ് കേട്ടോ. താലെടുക്കുന്ന എല്ലാവരും ഈ സെറ്റുമുണ്ടായിരുന്നു യൂണിഫോമായിട്ടിരുന്ന്. അങ്ങനെ ഒരു വല്യച്ഛൻ്റെ വീട്ടിൽ നിന്ന് താലം പിടിച്ചിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോകുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ താലപ്പൊലിക്ക് 2 കോമരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കോമരന്മാരുടെ ചാട്ടവും ഒക്കെ ഇനി കാണാം. ചെണ്ടമേള വാദ്യത്തോടു കൂടി ഈ താലപ്പൊലി ടീം എല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് കയറി. പിന്നെ അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്ത് അവരിങ്ങനെ വരും.
വൈകുന്നേരത്തെ താലപ്പൊലീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. വെടിക്കെട്ട്, പിന്നെ കോഴിവെട്ട് ഉണ്ടായിരുന്നു. ആ കോഴീനെ വെട്ടിയിട്ട് ചിക്കൻ കറിയാക്കും. അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ പോയിട്ടോ. താലപ്പൊലി ഏറ്റ് ദേവിയുടെ മുമ്പിലെത്തിയിട്ട് കോമരന്മാരുടെ ചാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിഗംഭീരമായിരുന്നു കേട്ടോ പരിപാടി, കോമരൻ ചാട്ടൊക്കെ. പിന്നെ കോമരൻ ചാട്ടത്തിൻ്റെ അവസാനം അവർ കൽപ്പന പറയും. അപ്പോൾ ഈ കൽപ്പനയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താലപ്പൊലി വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ബായ്.